നമസ്കാരം സർ. കാണാം സർ. ഞാൻ വെയിറ്റ് ചെയ്തോളാം. ശരി സർ. സാറേ, ആ മാനേജറുടെ സ്റ്റേറ്റ്മെൻ്റ് എടുത്തു, പിന്നെ കുറച്ച് നാട്ടുകാരുടെ. SP ഇങ്ങോട്ട് വരുന്നുണ്ട്. ഓ, അപ്പോൾ അതിനുള്ള അറേഞ്ച്മെൻറ്റ് ചെയ്യാം സാറേ. പിന്നെ പെൺപിള്ളേർ 2 പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒരാളോട് വരാൻ പറയും. ശരി സാറേ. സർ, ആനി. ആനി രാവിലെ കടയിലേക്ക് കയറിയായിരുന്നു. ഇല്ല സാറേ, അതിനു മുന്നേ ആൾക്കാരൊക്കെ അകത്തോട്ട് കയറി. പിന്നെ മെമ്പർ വന്ന് കാര്യം പറഞ്ഞു. സാറേ, ഇതിന് എന്നാ നമുക്കൊന്ന്... ഇന്നലത്തെ ദിവസം ഇവിടെ എന്തൊക്കെ ചെയ്തു? സാറേ, ഇന്നലെ ടൈലിൻ്റെ പണിയായിരുന്നു ബാക്കിയുണ്ടായിരുന്നത്. ഈ ആഴ്ച കട തുറക്കായിരുന്നതാ. പിന്നെ ഞങ്ങളും കൂടെ ടൈലിൻ്റെ പണി ചെയ്തുകൊണ്ടിരുന്നത്. ടൈൽ പണിയൊക്കെ അറിയോ? പഠിച്ചതാ സാറേ, ചിലവ് ഭയങ്കര കൂടുതലാണ്. ബാക്കി ദിവസം എന്തൊക്കെ ചെയ്തു? സാറേ, ഇന്നലെ സുമിയുടെ കല്യാണ നിശ്ചയമായിരുന്നു. അപ്പോൾ പോയിട്ട് സുമിക്കും അമ്മയ്ക്കും മേക്കപ്പ് ചെയ്തു. രാത്രി വരെ അവിടെ തന്നെയായിരുന്നു. അന്നത്തെ ദിവസം നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തത്? പതിവ് പോലെ ഉച്ചയ്ക്ക് ചായക്കടയിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. ഒരു 4 മണിയായപ്പോൾ കടപൂട്ടി വീട്ടിൽ പോയി. പിന്നെ ഒന്ന് ഫ്രഷ് ആയിട്ടാണ് സുമിയുടെ വീട്ടിൽ പോയത്. അവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടോ? പതിവ് പോലെ കിടന്നുറങ്ങി. കിടന്നുറങ്ങിയല്ലേ? ആനി ഒരു പാർലറിൽ വർക്ക് ചെയ്തിരുന്നല്ലേ? പിന്നെന്ത് പറ്റി ഇവിടെ ഒന്ന് സ്വന്തമായിട്ടൊരു ബ്യൂട്ടി പാർലറൊക്കെ തുടങ്ങാൻ? സാറേ, എപ്പോഴെങ്കിലും സ്വന്തമായിട്ട് ഒരെണ്ണം തുടങ്ങണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ അടുത്തൊന്നും വേറെ പാർലറും ഇല്ല. ഓഹോ. ശനിയാഴ്ച വൈകിട്ട് 5 മണിക്ക് ബാങ്ക് സ്റ്റാഫ് സെൻസർ ഓൺ ചെയ്തു, ബാങ്ക് പൂട്ടി. ഞായറാഴ്ച രാവിലെ നിങ്ങൾ കട തുറന്നു, പണി തുടങ്ങി. അന്ന് ഉച്ചയ്ക്ക് ബാങ്ക് മാനേജർ ബാങ്കിൽ വന്നു. വൈകിട്ട് 4 മണിയായപ്പോൾ നിങ്ങൾ കട പൂട്ടി അല്ലേ? ചായക്കട പൂട്ടുന്നവരെ കറിയൊന്നും ശ്രദ്ധിച്ചില്ലെന്ന് പറയുന്നു. തിങ്കളാഴ്ച രാവിലെ മെമ്പർ പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്തു. അപ്പോൾ മോഷണം അപ്പോഴേക്ക് നടന്നിട്ടുണ്ടാവുക? രാത്രി ആയിരിക്കില്ലേ സാർ? നിങ്ങളുടെ തീരുമാനത്തിൽ മാറ്റമൊന്നുമില്ലല്ലോ. എന്തായാലും കുറച്ച് ദിവസം കൂടെ ഇവിടെ തന്നെ നിൽക്കാം, അതാ സേഫ്. പിന്നെ ഷോപ്പ് തുറക്കാൻ പറ്റില്ലെന്നാകുമ്പം പോവാം. അത്ര എളുപ്പമല്ല. കുറച്ചു കാലം നന്നായിട്ട് അഭിനയിക്കേണ്ടി വരും രണ്ടാളും. ഇതുവരെ നമ്മുടെ പ്ലാൻ പ്രകാരം എല്ലാം നടന്നേ. എന്തെങ്കിലും ഒരു തുമ്പ് ചിലപ്പോൾ അവിടെ ഉണ്ടാവും, സൂക്ഷിക്കണം. ഇതിന് അത്ര മാർക്കറ്റ് വലിയ ഒന്നും ഉണ്ടാവില്ല. ഞാനൊരാളെ കണ്ടുവച്ചിട്ടുണ്ട്. നല്ലവനാ, പറ്റിക്കല. ഇത് വിറ്റ് കിട്ടുന്ന ആദ്യത്തെ പങ്ക് നമ്മൾ ബേസിലിന് കൊടുക്കണം. അതൊക്കെ അപ്പ പറയണ പോലെ. പിന്നെ ഇതെല്ലാം കൂടെ എൻ്റെ തുരുത്തിലെ വീട്ടിൽ കൊണ്ടുവയ്ക്കാം. അവിടെ ആ സേഫ്, ആരും വരില്ല. എത്ര കഴുകിയിട്ട് ഈ മഷി പോണില്ലല്ലോ. നിങ്ങളിങ്ങനെ ഡസ്റ്റ് പഠിച്ച് നിൽക്കല്ലേ, എന്തെങ്കിലും കഴിക്കാം. വാ, ഒരുമിച്ച് കഴിക്കാം. വാ. വാ മക്കളെ, ഇരിക്കും. രാവിലെ മോനെ ഒന്നും കഴിക്കാതിരിക്കില്ലേ? എടാ മോനെ മനു, വെച്ചാൽ കഴിക്കാൻ മെറോട്ടയും കറി കൊടുത്തേ. ഇപ്പൊ കൊടുക്കാം. അല്ല, ഈ കേസും ബുക്കാറൊക്കെ തീർന്ന് നിന്ന് കട തുറക്കാൻ പറ്റും? അറിയില്ല കേട്ടോ. എടാ മനുവേ, നീ പുറത്തേക്ക് എന്താ വേണ്ടെന്ന് ചോദിച്ചു നോക്ക് കേട്ടോ. ചെല്ല് മക്കളെ. നിങ്ങളിപ്പോൾ ഒന്നിനെ കുറിച്ച് ഓർത്ത് മനസ്സാക്ഷിപ്പിക്കൊന്നും വേണ്ട. എന്താണെന്ന് വെച്ചാൽ നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. ഞങ്ങളൊക്കെ ഇല്ലേ നിങ്ങളുടെ കൂടെ. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുന്നേ. പിന്നല്ലാതെ ഞങ്ങളെല്ലാവരും കൂടി ഉണ്ട്. ടെൻഷൻ അടിക്കണ്ട, നിങ്ങൾ കഴിക്കും. നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നത്. ഇപ്പൊ ആരകത്തെ കയറ്റി വിടണ്ട. സാർ, എൻട്രി എക്സിറ്റ് ഒരേ വഴി കൂടിയാണ്. ഓഹോ. സാർ, പിന്നെ
കോൺക്രീറ്റ് പൊളിക്കാൻ വേണ്ടിയിട്ട് അവർ ചെറിയൊരു ബ്ലാസ്റ്റ് നടത്തിയിട്ടുണ്ട്. ഓക്കെ. ഇവിടെ ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ആയിരുന്നു. അവർ ഈ ആഴ്ച തുടങ്ങേണ്ടതാണ്. ഓഹോ. എനി എവിഡൻസ്? സർ, സോളിഡ് എവിഡൻസ് ഒന്നും കിട്ടിയിട്ടില്ല. നടന്ന ടൈം? സം ടൈം ബിറ്റ്വീൻ 11 and 4 AM. ഇവിടെ അടുത്ത് വലിയൊരു വീട്ടിൽ എന്തോ ഫംഗ്ഷൻ നടക്കുകയായിരുന്നു. അപ്പോൾ കവലയിലുള്ള ഓൾമോസ്റ്റ് എല്ലാ ആളുകളും അവിടെ ഉണ്ടായിരുന്നു. ഓക്കെ. ഏതായാലും ഇതേ രീതിയിൽ മോഷണം നടത്തുന്നവരെ നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. സർ. എമ്മോ കോൺവിക്സ്, പ്രത്യേകിച്ച് ഈ അടുത്ത് റിലീസായവർ. സർ. ആൻഡ് വാട്ട് അബൌട്ട് ദ ലൂട്ട്? സർ, ബാങ്കിൽ 70 ലോക്കറുള്ള ഒരു സേഫ് ഉണ്ട്. അത് ഓൾമോസ്റ്റ് എല്ലാം പൊളിച്ചിട്ടുണ്ട്. ആ റൂമിനകത്തുള്ള മറ്റു 2 സേഫ് തൊട്ടിട്ടില്ല. പിന്നെ ലോക്കർ ആയതുകൊണ്ട് ചെറിയൊരു പ്രശ്നമാണ് സർ. എന്ത് പ്രശ്നം? കാര്യം ബാങ്കിന് അറിഞ്ഞുകൂടല്ലോ ലോക്കറിൻ്റെ അകത്ത് എന്താണെന്നുള്ളത്. പിന്നെ ബാക്കിയുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ഓർമ്മ കാണണമെന്നില്ലല്ലോ സർ. ഏകദേശം 26 കിലോ സ്വർണം, കുറച്ച് ഡയമണ്ട്, ഒരു 3.5 ലക്ഷം വരെ ക്യാഷ്, പിന്നെ കുറച്ച് ഫോറിൻ കറൻസി. അപ്പൻ്റെ കള്ളി പോകുന്നതല്ലേ. ഇറങ്ങി 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 വന്നോണ്ടിരിക്കുക. ഓക്കെ. See, it's a grave situation. Sir. We have to find out who did this as soon as possible. Yes, sir. You make an investigation team and you give me the list tonight itself. Sure. Okay? നമുക്കിത് പെട്ടെന്ന് ക്ലോസ് ചെയ്യാം. All right? Okay, sir. ഇച്ച് കറിയും കിടത്തടി. അളിയോ അളിയോ വാ അളി. എന്തുവാ കറി? അളിയോ, അളിയനെന്തോ കാര്യമായി പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. അതേക്കുറിച്ച് ഇപ്പോൾ ഒന്നും ചോദിക്കണ്ട. സമയമാകുമ്പോൾ ഞാൻ പറഞ്ഞോളാം. ഓ, എന്നാ മീൻകറിയാ എന്റെ ചേച്ചിയെ. പിന്നെ അതെ, ഇനിയിപ്പോൾ ഞാൻ പറയുന്ന പോലെ കാര്യങ്ങൾ ചെയ്താൽ നമുക്കെല്ലാം രക്ഷപ്പെടാം. അപ്പം അവരുടെ അടുത്ത് ഗോൾഡ് സേഫ് ആണല്ലോ അല്ലേ? നീ പിന്നെയും പിന്നെ അത് പറയല്ലേ. എൻ്റെ അപ്പയ്ക്ക് വേണ്ടി ജയിലിൽ പോയ ആളാ. ഈ മാവിന് നാളത്തേക്ക് വെക്കണോ? വേണ്ട. അവർ രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്ത വർക്കാ. അവസാന നിമിഷം അത് പൊളിഞ്ഞു. അന്നെങ്ങാനും അപ്പയെ പിടിച്ചിരുന്നെങ്കിലേ എൻ്റെ ലൈഫ് വേറെ ആനെ. അപ്പാപ്പയൊന്ന് കുറ്റേറ്റത്. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല. ഇത്രയൊക്കെ ഗോൾഡ് കാണുമ്പോ ഇനി അതിനെ കുറിച്ച് പറയണ്ട. അപ്പാപ്പ പറ്റിക്കില്ല.
സാർ ഇതാണ് സ്പോട്ട്. സാറേ എംഒ സിമിലർ ആയിരുന്നു. വെളുപ്പാങ്കാലത്താണ് സംഭവം നടന്നത്. ഈ ഭിത്തി വരുന്നതാണ് അകത്ത് കയറാൻ ശ്രമിച്ചത്. സംഭവം നടന്നിട്ടൊരു 2-3 ആഴ്ചയായി. എന്നിട്ട് ആളെ കിട്ടിയോ സാറേ? ആളെ കിട്ടിയില്ല. സാറേ ഇവിടുത്തെ CCTV അയാൾ നശിപ്പിച്ചു. ഇത് പിന്നെ ഫിക്സ് ചെയ്തതാ. അതിന്റെ വേറെ ഫുട്ടേജ് ഒന്നുമില്ല. അയാൾ തന്നെയാണോ CCTV നശിപ്പിച്ചത്? സാറേ അവിടെ ഏറ്റുമാനൊരു മുഖ്യ കേസ് MO ഒക്കെ സിമിലറാണ്. നമ്മുടെ ബാങ്ക് മോഷണത്തിന് 2 ആഴ്ച മുമ്പ് സൺഡേ. അപ്പോൾ അവിടുത്തെ CCTV ഫുട്ടേജസ് ഉണ്ടാവില്ലേ? CCTV ഫുട്ടേജ് ഒന്നും ഇല്ല സാറേ, എല്ലാം നശിപ്പിച്ചു. വിക്ടർ, എനിക്ക് ആ ഏരിയയിലെ മാത്രമല്ല ആ ടൗണിലെ മുഴുവൻ CCTV ഫുട്ടേജ് വേണം. അത് പെട്ടെന്ന് വേണം. എടുക്കാം സാറേ, അതിനുള്ള പരിപാടി ചെയ്യാം. ഈ ടൗണിലെ മുഴുവൻ CCTV ഫുട്ടേജും നമുക്ക് എടുപ്പിക്കണം. യെസ്, എടുക്കാം. സാർ അയാൾ ഇതുവഴിയാണ് ഓടിയത്. ഇവിടുത്തെ സെക്യൂരിറ്റി പുറകെ പോയി, പക്ഷെ ആൾ രക്ഷപ്പെട്ടു. നേരം വെളുക്കുന്നവരെ പോയ വണ്ടികളിൽ 2 ലോറി പാസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ കുറച്ച് കാറുകളും, പിന്നെ എന്നും പതിവ് പോലെ പോകുന്ന കുറച്ച് ഓട്ടോകൾ പോയിട്ടുണ്ട്. ആ പെട്ടിയോട്ട് വന്ന് എൻഹാൻസ് ചെയ്ത്. ഓക്കെ, കുറച്ചും കൂടെ. നെക്സ്റ്റ് ഡേ ഈ സെയിം ടൈം ഒന്ന് കിട്ടുമെന്ന് നോക്കി നോക്കാം. പറഞ്ഞേ. ആ സാർ. അല്ല, എവിടേക്കാണ്? ഈ വണ്ടി എടുക്കാം. എവിടേക്കാ സാറേ? ഞാൻ ചുമ്മാ കയറിയതാ. ഈ വെളുപ്പാങ്കാലത്ത് തന്നെ ഒരു ഓട്ടം. എന്നും ഓട്ടം ഉണ്ട് സാറേ. രാവിലെ ബസ് സ്റ്റാൻഡിൽ നിന്ന് പത്രം കിട്ടും, പിന്നെ അപ്പുറത്തെ ഡയറിയിൽ നിന്ന് പാൽ. കഴിഞ്ഞൊരു വർഷമായിട്ട് ഇപ്പോൾ ഇതാ. കവലയിൽ ഏറ്റവും കൂടുതൽ ആർക്ക് വേണ്ടിയിട്ടാണ് ഓടുന്നത്? അങ്ങനെ ഇന്ന കടയൊന്നും ഇല്ല സാറേ. പിന്നെ മറ്റേ പാർലറിൽ പണി നടക്കുന്നുണ്ട്, കുറച്ച് നാളായിട്ട് അങ്ങോട്ടാ ഓട്ടം. ആ പണി എങ്ങനെയാണ് നിനക്ക് റെഡി ആയത്? അത് നമ്മുടെ മേസ്ത്രി ഇല്ലേ, അയാൾ വഴി. വിക്ടർ, സാർ ഏറ്റുമാനൂർ ടൗൺ മുഴുവൻ കോമ്പ് ചെയ്യണം. ചെയ്യാം സാർ. ഈ മോഷണം നടന്നതിൻ്റെ 2 ആഴ്ച മുമ്പത്തെ ഞായറാഴ്ച ഏറ്റുമാനൂർ എന്തൊക്കെ നടന്നു എന്നുള്ളത് എനിക്ക് ഫുൾ ഡീറ്റെയിൽസ് വേണം. യെസ് സാർ, എടുക്കാം. സാർ ഇതാ മുഖ്യ കേസല്ലേ, അന്നത്തെ ഫുട്ടേജ്. ഇതുവഴിയൊക്കെ അവൻ ഓടിയത്. പോസ് ചെയ്ത് ഒന്ന് റിമൈൻഡ് ചെയ്തിട്ട് പ്ലീസ്. സ്റ്റീഫനല്ലേ? ആ സാർ, ചെക്ക് ചെയ്യാം. ആ സ്റ്റീഫിൻ്റെ ഫയൽ എടുത്ത് ഇവൻ്റെ ഡീറ്റെയിൽസ് എടുക്കാം. ഇത് സ്റ്റീഫൻ തന്നെയാണ്. 3 വർഷം മുമ്പ് ഫീൽഡ് വിട്ടു എന്ന് പറഞ്ഞ ആള് ഇത്രയും വലിയ മോഷണം നടന്നതിൻ്റെ 2 ആഴ്ച മുമ്പ് ഒരു 8 കിലോമീറ്റർ ചുറ്റളവിൻ്റെ അകത്ത് എന്ത് ചെയ്യുന്നു എന്നുള്ള എൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് വേണം. യെസ് സാർ, എടുക്കാം. അവനെ പൊക്കാനുള്ള പരിപാടി ചെയ്യാം സാറേ. അതെ, റോസമ്മയുടെ മകളുടെ കെട്ടാ. അപ്പൊ കല്യാണത്തിന് മുമ്പ് ഇടാനായിട്ട് എൻ്റെ കാതേലും കഴുത്തേലും എന്തെങ്കിലും പൊന്നു വേണ്ടേ? നമുക്കോ മക്കളില്ല. കുടുംബത്തിൽ ഈ കെട്ട് കഴിഞ്ഞാൽ പിന്നെ വേറെ ചടങ്ങുമില്ല. നിന്റെ അനിയനൊരുത്തനുണ്ടായിരുന്നില്ല, അവനോട് പോയി. അവനെ ഒരു 3-4 ദിവസത്തേക്കുള്ള പണി കിട്ടിയിട്ടുണ്ട്. കിട്ടും, അവന് നല്ല പണി കിട്ടും. ഡീ, നിന്റെ ഗുണത്തിന് വേണ്ടിയാ പറയണം. എന്തുവാ? ഈ കാശ് കിട്ടി കഴിഞ്ഞാൽ നിനക്കുള്ളത് ഞാൻ തരും. അവനതറിയണ്ട. അപ്പോൾ ഉടനെ കിട്ടുമോ? ഡീ,
പുകളൂര്. അയ്യോ ഇതെന്നായിരുന്നു സാറേ? സ്റ്റീഫൻ ഉണ്ടോ? സാറേ വാ വാ, സാർ ഇതിപ്പോ എന്നെ കുറ്റം ചെയ്തിട്ടാ? അങ്ങേരിപ്പോ അങ്ങനത്തെ പണിക്കൊന്നും പോകത്തില്ല. ഇറങ്ങാ പെട്ടെന്ന് വാ. സാറേ ഞാനിപ്പോൾ വരാം സാർ. ഉടുപ്പൊന്നും ഇട്ടോട്ടെ. എന്നെ ഭാവിച്ചോണ്ടാ മനുഷ്യൻ. ഈശോയെ. ഈ ഞായറാഴ്ച ഞങ്ങൾ റെഡിയായിരിക്കും. അതായത് കവലയിൽ എത്തിയിട്ടുള്ള 4-ാമത്തെ ആഴ്ച. ഏറ്റുമാനൂർ ബസ് സ്റ്റാൻഡിൽ വരുന്ന അപ്പാപ്പയെ ബേസിൽ ഓട്ടോയുടെ പുറകെ കിടത്തിയിട്ട് വേണം വരെ കൊണ്ടുവരാൻ. എന്താ ഞാൻ ബസ് സ്റ്റാൻഡിൽ പത്രം എടുക്കുന്നതിനടുത്തായിട്ട് ഓട്ടോ നിർത്തിയിട്ടാക്കാം. ഇവനെ അവിടെ കണ്ടില്ലെങ്കിലോ എനിക്ക് എന്തെങ്കിലും ഡൗട്ട്സ് വന്നില്ലോ ഞാൻ അവിടെ നിന്ന് മുങ്ങും. ഇനി എന്തെങ്കിലും കാരണവശാൽ അന്ന് നടന്നില്ലെങ്കിൽ ഞങ്ങളൊരു പോസ്റ്റ് കാർഡ് അയക്കും. അതായിരിക്കും അടുത്ത ഡേറ്റ്. സൂക്ഷിച്ചു നോക്കിയ ഇതാണോ സംഘർഷം? അത് സാറേ ഞാനും അളിയനും കൂടി തെങ്കാശിൽ ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഭക്ഷണം കഴിക്കാൻ കഴിയും. ഹലോ. ഇത് വെമ്പളി പോലീസ് സ്റ്റേഷനിലാണ് വിളിക്കുന്നത്. ആ സർ. നിങ്ങൾ രണ്ടുപേരും അരമണിക്കൂറുള്ളിൽ സ്റ്റേഷനിലെത്തണം. ശരി സർ. അരമണിക്കൂറിൽ സ്റ്റേഷനിലെത്താം. എന്താ പറയാ? കള്ളനെ കിട്ടുന്ന കേട്ടത്. തിരിച്ചറിയൽ പരേന് വേണ്ടിയാ നമ്മളെ വിളിപ്പിച്ചേ. സതീശൻ കൊണ്ടുവന്ന നമസ്കാരം. ആ സതീശൻ മെമ്പറേ, ഈ നിൽക്കുന്ന ആരെങ്കിലും നമ്മുടെ കവലയിലോ മറ്റെവിടെയെങ്കിലും വെച്ച് കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ നോക്കി? സൂക്ഷിച്ച് നോക്കൂ. ഇല്ല സാർ, കണ്ടിട്ടില്ല. ഉറപ്പാണോ? ഇല്ല സാർ. അടുത്ത ആളെ വിളി. ഓ ഇല്ല സാറേ. ബേസിൽ ബേസിലേ, ഈ നിൽക്കുന്ന ആരെങ്കിലൊക്കെ നിനക്ക് അറിയാമെന്ന് നോക്കി. ഇല്ല സാറേ, കണ്ടിട്ടില്ല. ഒരാളെ പോലും കണ്ടിട്ടില്ല. ഒരാളെ പോലും കണ്ടിട്ടില്ല. ശില്പ, ഇല്ല സർ, ഞാൻ കണ്ടിട്ടില്ല. അടുത്ത ആളെ വിളി. ആനേ, ആനി, ഈ നിൽക്കുന്ന ആരെങ്കിലും കടയുടെ പരിസരത്തോ മറ്റെവിടെയെങ്കിലും വെച്ച് കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? ഇല്ല സർ. ഉറപ്പാണോ? എന്താണ് അടവർക്കരുത് കേട്ടോ. വെളച്ചില് വേണ്ട വേണ്ട സാറേ, എഴുതേക്കടാ. സാറേ വിളിക്കാൻ നേരത്തെ എഴുന്നേറ്റേ. ചുമ്മാരി സാറേ ഒന്നും മതി മതി സാർ. അവൻ്റെ ആടോ സാറേ ഇത്? ആംബുലൻസ് വിളിക്കണോ? ശരി സാർ. ചുമ്മാരെല്ലാം പുറത്തിറങ്ങി ആംബുലൻസ് വിളിക്കാനുള്ള ഏർപ്പാട് ചെയ്യ്. വിളിക്കുന്നു സാർ. ഒന്ന് പുറത്തോട്ട് ഇറങ്ങിക്കേ. പ്രശ്നമായോ സാറേ? ഹലോ, സ്റ്റേഷനിലൊക്കെ ഒരു ആംബുലൻസ് വിടാം.
അറിയാച്ചോ വന്നേ സൈഡ് പൊക്കോട്. സാർ സ്റ്റീഫൻ്റെ ബോഡി വിട്ടുകൊടുക്കാനുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിട്ടുണ്ട്. വിക്ടർ, യെസ് സാർ. നമുക്കിതൊരു ഡെഡ് എൻഡ് ആവരുത്. ഹലോ, നമസ്കാരം സർ. എന്തായി? സർ, നാച്ചുറൽ ഡെത്താണ്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു. ഒരു പ്രസ് റിലീസ് കൊടുത്തേക്കൂ. സർ. സസ്പെക്ട് എന്ന് മാത്രം മതി. ഓക്കെ സർ. ശരി. സ്റ്റീഫൻ്റെ കോൾ റെക്കോർഡ്സ്, പാസ്റ്റ് ആൻഡ് റീസെൻറ്റ് അവർ ലൊക്കേഷൻ എല്ലാം ട്രാക്ക് ചെയ്യണം. യെസ് സാർ. ആൾ മരിച്ചുവെങ്കിലും അയാൾ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള ഒരു ലീഡ്. സാർ. പിന്നെ പ്രസ് റിലീസിൻ്റെ ഒപ്പം ആളുടെ ഫോട്ടോ കൂടി കൊടുത്തേക്ക്. ഓക്കെ സാർ. ഞാനതൊക്കെ നിർത്തി പോണേ. തെന്മല പള്ളിയിൽ എനിക്കൊരു കല്ലറോടെ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്, എൻ്റെ ഭാര്യ അറിയാതെ. അപ്പാപ്പ, ഞങ്ങൾ എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടെന്നും എന്തൊക്കെ പ്രശ്നങ്ങൾ കൂടെ കടന്നു പോയിട്ടുള്ളതെന്നും അപ്പാപ്പയ്ക്ക് നന്നായിട്ട് അറിയാലോ. അതുകൊണ്ട് അപ്പാപ്പയെ നിർബന്ധിക്കുന്നത്. പ്ലാൻ സേഫാ. അപ്പയുടെ പ്ലാന് അന്ന് നിങ്ങൾ ചെയ്യായിരുന്നത്. ഞാൻ കുറച്ച് മോഡിഫിക്കേഷൻസ് വരുത്തിയതേ ഉള്ളൂ. എടി, പ്ലാനൊക്കെ സേഫാ, പക്ഷെ ബാങ്കാ, റിസ്കാ. ബാങ്ക് ലോക്കർ അല്ലേ? റിസ്ക് ആണെങ്കിൽ എന്താ, കണക്കില്ലല്ലോ. എടി, നമ്മൾ കുത്തിപ്പൊളിക്കുന്ന നേരത്തെ അതിനകത്ത് സാധനം കാണാൻ നിർബന്ധമൊന്നുമില്ല. ആർക്കറിയാം? അപ്പാപ്പ കൂടെ നിന്നില്ലെങ്കിൽ ഞങ്ങൾ ഈ പ്ലാനും കൊണ്ട് വേറെ ആരുടെ അടുത്തെങ്കിലും പോകും. ഞങ്ങളിത് എന്തായാലും ചെയ്യും. എനിക്ക് ആനി ഉണ്ടായിരുന്നുള്ളൂ. അവൾ എന്ത് തീരുമാനിച്ചാലും ഞാൻ കൂടെ ഉണ്ടാവും. അപ്പാപ്പ, നമുക്ക് എല്ലാവർക്കും വേണ്ടി ഒരൊറ്റ വട്ടം പ്ലീസ്. ആനി, ആനി നീ ഒന്ന് സമാധാനിക്ക്. ആനി, കരച്ചിലൊന്ന് ഈ വയസ്സകാലത്ത് വീട്ടിലിരുന്ന അമ്മാമ്മേ, ഞാൻ എന്റെ ഒരു ആനി, നീ ഇങ്ങനെ തുടങ്ങിയാൽ എങ്ങനെ ആനി? മതി കരഞ്ഞത്, മതി. നിർത്തിക്കേ, നിർത്ത്. ഇവിടെ വന്നിരുന്നേ, വന്നിരിക്കേ. ഇങ്ങോട്ട് നോക്കിക്കേ. എന്തിനു വേണ്ടി അപ്പാപ്പ ഇതൊക്കെ ചെയ്തത്? നിനക്ക് വേണ്ടി എന്തിനാ അപ്പാപ്പ ഇതൊക്കെ ചെയ്തത്? അതാലോചിച്ച് നോക്കിയോ നീ? മതി കരഞ്ഞത്. പോലീസുകാർ വന്നപ്പോ സന്തോഷത്തോടെ ചേച്ചിക്ക് ചായ കൊടുത്തോ? ഒരു ചായ. എന്റെ മോളിക്കുട്ടി. ചേച്ചി കരയല്ലേ? നിങ്ങളോടൊക്കെ വല്ലതും കഴിക്കുക. ഇതിരുന്നോട്ടെ.